ഇന്ന് ഞാൻ പറയണത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വലിയ ദുരിതം. ആ ദുരിതം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അസുഖത്തെ പ്രതിയല്ല. ഞങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നത് ഒരാളാൽ ചതിക്കപ്പെടുകയാണ്. ചതിക്കപ്പെടാന്ന് പറഞ്ഞാല് ഞങ്ങൾ പലരാലും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ചതിക്കപ്പെടാനായിട്ട് വിധിച്ചിട്ടുള്ള ആൾക്കാരെ. കാരണം എല്ലാവരും ഇപ്പൊ മാറ്റിത്തരാം, ഇവിടെ മലമുകളിൽ കയറ്റിത്തരാം കുട്ടികളെ, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പലരും പൈസ പറ്റിക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക നമുക്ക് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് ഒരു രക്ഷയില്ല, വെറുതെ പറയുന്നതാണ് ഇങ്ങനെ ആൾക്കാര് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അവസാനിപ്പിക്കും. കാരണം നിവൃത്തിയില്ലാണ്ടാവുമ്പോ അങ്ങനെ കുറെ പേര് രോഗത്തിന്റെ പേരിൽ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. അതിനൊന്നും കണക്കില്ല. അതുകൂടാതെ ഞങ്ങള് വളരെ നിരാലംബരായി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് കുറച്ചകലെയാണ്, ഈ മുക്കാട്ട് ടൗണിൽ നിന്ന് കുറച്ചകലെ. നമുക്കിപ്പോ അത് കോർപ്പറേഷൻ പരിധി തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കുട്ടികൾ വയ്യാത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം, അവിടുന്ന് കൊണ്ടുവരണം, പിന്നെ എനിക്ക് ജോലിക്ക് പോരണം. അപ്പൊ അതൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടായപ്പോ നമുക്കൊരു തിരിങ്ങോട്ട് ടൗണിലേക്ക് നീങ്ങിയിട്ട് ഒരു സ്ഥലം വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് വിൽക്കാന്ന് വെച്ചാൽ. അപ്പൊ അത് 50 സെന്റ് സ്ഥലമുണ്ട്. 50 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര വില കിട്ടുന്ന ഒരു സ്ഥലമല്ല, ഒരു മലയുടെ താഴ്വാരായിട്ടുള്ളതാണ്. അവിടെ ഞങ്ങളൊരു നല്ലൊരു വീടും പണിതു കിട്ടാം. അപ്പൊ അത് ഒരു മാഷ് വന്ന് വാങ്ങി. അന്ന് കാലത്ത് ഒരു 25 വർഷം മുന്നത്തെ കഥയാണ് കേട്ടോ. അപ്പൊ അത് ഒരു 7 ലക്ഷം രൂപ കിട്ടി. ആ പൈസ കൊണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങി ഒരു ചെറിയ വീടും വെച്ച് ജീവിക്കാന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. ആ സ്ഥലം എന്ന് പറഞ്ഞാല് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ നിലവാരം വിട്ട് നമ്മൾ അതിന് പൈസ കൊടുത്തു. കാരണം ഇപ്പൊ റോഡിനോട് ചേർന്നാണ്. അപ്പൊ നമുക്കൊരു കട തുടങ്ങുകയാണെങ്കിൽ ആൾക്കാർക്കൊക്കെ വന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലം എൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കണത്. അപ്പൊ ആള് സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ പണിയുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പൊ ആൾക്കതിന് നോട്ടമുള്ളത്. പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല, ആളീ സ്ഥലത്തിന് വാക്ക് കൊടുത്ത് അന്നത്തെ രാത്രി ആയപ്പോണ്ട് ആളുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുന്നു, സൺഡേ നീ ആ സ്ഥലം വാങ്ങിച്ചൂലേ, അത് നീ പെട്ടുവെക്ക, നിനക്ക് വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ പകച്ച് ഞങ്ങള്. കാരണം എന്താ വെച്ചാലേ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഈ നമ്മുടെ വീടിന്റെ പ്ലാനൊക്കെ വിരയിലുണ്ട്. ആ പ്ലാനൊക്കെ കൂടിയാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയില്ലല്ലോ നമുക്ക് വീട് വെക്കാനുള്ള പ്ലാൻ കിട്ടിയൊക്കെ അല്ലേ. ഇത് വാസ്തവല്ല, ഇത് ഇവര് പറ്റിച്ച് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് വീട്. എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ സ്ഥലം വാങ്ങിക്കൂലോ. ഇതൊരു വ്യവസായ മേഖലയാണ്, ഇതിന് വീടിന് സാങ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെയുള്ളവരൊക്കെ വീട് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം പോയി സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി പൊളിച്ചു കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അത് നമ്മള് വാങ്ങിക്കുക, സാങ്ഷൻ വാങ്ങിക്കുന്നത്. പിന്നീട് ഇപ്പൊ ഇതിന് ഇപ്പൊ സാങ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു ഇത് സംഭവത്തിന്റെ ഈ ഏരിയ ഒന്ന് മാറ്റി, വ്യവസായ മേഖലയല്ല, ഇപ്പൊ ഇതിന് വീടൊക്കെ വെക്കാവുന്ന നിലയ്ക്കെത്തി. അപ്പൊ ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പെട്ടുപോയി. ഞങ്ങൾ എവിടേക്ക് പോകണം, തിരുവനന്തപുരത്തേക്ക് പോകാനൊക്കെ ആർക്കെ പറ്റുക, ഇതിന്റെ പിന്നാലെ നടക്കാനും ഇതിനാളുണ്ട്, ആരും അതിനൊക്കെ നടക്കുക. ഞങ്ങള് ഇതെന്തത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഇവര് നമ്മളോട് പുസ്തിക്കാൻ നിൽക്കണത്. അപ്പൊ അതിന്റെ തലേ ദിവസം ഇത് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഈ സ്ത്രീനെ വിളിച്ച് ചോദിച്ചു, ഞങ്ങളോട് ഇങ്ങനെ കാണിക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഈ 2 മക്കൾ തളർന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത ആൾക്കാരാ. ഒരു കല്യാണം വിളിച്ചവരെ ആ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഓടിപ്പോരാന്നല്ലാതെ ഞങ്ങൾ പോവാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടില് എവിടെ എങ്ങനെ പോയിട്ട് ശരിയാക്കാനത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പെട്ടു. ഈ പൈസയും പോയി ഒക്കെ പോയി. ഞാൻ എന്താ ചെയ്യാന്ന് അന്താളിപ്പായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു വിധത്തില് ആൾക്കാരെ കയ്യും കാലും പിടിച്ച് കുറെ പൈസയും ചെലവാക്കി, എക്സ്ട്രാ പൈസയും ചെലവാക്കി, ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാത്തിനും ഉത്തരം നമ്മൾ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഇവര് തന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല പിടിപാടുണ്ട്. ഇവർക്ക് ഒരു MLA ഒക്കെ അല്ല, അവർക്ക് അതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. കൗൺസിലറൊക്കെ അവരുടെ കയ്യിലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ല. അപ്പൊ കൗൺസിലർ വരെ നമ്മളെ വന്നിട്ട് ചീത്ത പറയുന്നത്, നിങ്ങള് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, എങ്ങനെയെന്നൊക്കെ പറയും. നമ്മൾ എന്തിട്ട് ചെയ്യാ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഞങ്ങൾ ഒരു വിധത്തിൽ ആരോഗ്യം കാല് പിടിച്ചു. പിന്നെ തിരുവനന്തപുരത്തും ഒക്കെ പോയി പിടിച്ച് അതൊന്ന് സാങ്ഷൻ ആക്കി ഒരു വീട് വെച്ചു. അതാ നമ്മൾ വിചാരിച്ച പോലെ വീടൊന്നും വെക്കാൻ പറ്റില്ല. കാരണം കുറേ പൈസ നമ്മുടെ അന്യാധീനപ്പെട്ടു പോയി. ഇവർക്ക് ഓരോരുത്തർക്ക് കൊടുത്തിട്ടും പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ആ വീട് വെച്ചതിന് ശേഷം ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട് ഇങ്ങോട്ട് നീട്ടി പണിതിട്ട് ആ സൺഷെയ്ഡ് മുഴുവൻ ഞങ്ങളുടെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അവിടേക്ക് നീക്കി ഇങ്ങോട്ടൊക്കെ അവരെ മതിലും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് നിങ്ങൾ ആരും പറഞ്ഞ് വിശ്വസിക്കില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ പറഞ്ഞത് എന്ത് കഷ്ടം ഇങ്ങനെ ചെയ്തോണ്ട് ഈ വെള്ളം മുഴുവൻ ജനല മുഴുവൻ നശിക്കല്ലേ, അതെന്താ അങ്ങനെ ചെയ്യണെന്ന് പറഞ്ഞു. പിന്നെ വർത്താനം ഇവര് വലിയ വലിയ ആൾക്കാരാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവരൊക്കെ ഉച്ചമുടക്കി ഈ കൗൺസിലർ അടക്കമൊന്നും ഉണ്ടായിരുന്നത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ലേ. കൗൺസിലറൊക്കെ ഈ സൈഡ്. അവസാനം ഞാൻ എന്നിട്ട് ആൾക്കാരോട് ചോദിച്ചത് എന്ത് ഇങ്ങനെ ഇവിടെ ഇട്ടോളെ ചോദിച്ചപ്പോ അവരെ അവിടെ നിന്നോര് അവരുടെ വീടിന്റെ അവിടെ നിന്നോര് പറഞ്ഞു അത് മുറിച്ചു കൊടുക്കാൻ. അങ്ങനെ ഗവൺമെന്റ് തലത്തില് പിന്നെ ഗവൺമെന്റ് തലത്തിൽ പോയിട്ട് ഒരടിയിൽ മുറിച്ചത് വളരെയധികം. അപ്പൊ നമുക്ക് സിമ്പതി തോന്നുന്നവരോട് അത്രയും പണിതല്ല അതങ്ങനെ മുറിപ്പിക്കുന്നത് ശരിയല്ല എന്ന്. അത്ര പോലെ അവർക്കില്ല. ഈ കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെ അവർ ദ്രോഹിച്ചതില് എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യത്തില്ലാണ്ട് നമ്മളോട് പെരുമാറിയ ഒരു കൂട്ടര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയണെന്ന് വെച്ചാല് ദൈവമുണ്ടോ ദൈവമില്ലേ ഇതൊന്നല്ല എൻ്റെ വിഷയം. പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറഞ്ഞാല് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നമ്മളെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യണ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. വലിയ പുണ്യമതിയോ പുണ്യവാളണമെന്നുണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലി എടുത്ത് നമ്മുടെ മക്കളെ നോക്കി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുക. അതാണ് എൻ്റെ പോളിസി. ഞാൻ ആർക്കും ഉപദ്രവം ഒരാളുടെ 10 പൈസ പറ്റിച്ചെടുക്കുകയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവുകയെ അവരുടെ കുടുംബത്തിൽ കയറി ചെന്ന് ഭാര്യയും ഭർത്താവിനെ തല്ലുപിടിക്കുക ഈ വക പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ പോവില്ല. ഞാൻ എൻ്റെ ജീവിതമായിട്ട് എൻ്റെ മക്കളും എൻ്റെ ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഭയങ്കര ഒരു തിക്താനുഭവമാണ് കേട്ടോ. അത് ഇപ്പോൾ എത്ര സരസായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. സാമ്പത്തികവും മാനസികവും മറ്റുള്ളവരാൽ അങ്ങനെ അവർക്ക് പൈസ ഉണ്ടല്ലോ, നമുക്ക് പൈസ ഇല്ല. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ എല്ലായിടത്തും ഉണ്ടല്ലോ. അതൊക്കെ കുറേ അനുഭവിച്ച ഒരാള് ഈ ദുഃഖത്തിൻ്റെ ഇടയക്കോടെ വേറൊരു ദുഃഖം തരാം. അതാണ് അതിൻ്റെ രസം. അപ്പോൾ താങ്ക് യു. ഇനി നാളെ ഒരു വിശേഷമായിട്ട് വരാം. ഓക്കെ.